ശിവന്റെ വാഹനമായ നന്ദിയുടെ കഥ അറിയാമോ? പണ്ട് ശിലാദ എന്നൊരു മുനി ഉണ്ടായിരുന്നു. ശിലാദക്ക് കുട്ടികൾ ഇല്ലായിരുന്നു. വർഷങ്ങളോളം ശിവനെ ആരാധിച്ചു. ഒടുവിൽ ശിവൻ ശിലാദയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അതിന് ശിലാദ, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞു. അത് ഉടനെ സാധ്യമാകും എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. ശിലാദ സന്തോഷവാനായി വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ശിലാദക്ക് വയലിൽ ഒരു സുന്ദരനായ കുഞ്ഞിനെ കിട്ടി. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്നും ആ ശബ്ദം കേട്ടത്. ശിലാദ, കുട്ടിയെ എടുത്തോളൂ, അവനെ നന്നായി വളർത്തു. കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സന്തോഷത്തോടെ കുട്ടിക്ക് നന്ദി എന്ന് പേരിട്ടു. കുട്ടിക്കാലം മുതൽ നന്ദി ശിവഭക്തനായിരുന്നു. കുട്ടിയെ വേദങ്ങൾ പഠിപ്പിക്കുകയും നല്ല വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. നന്ദി മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞു. 2 മുനിമാർ മിത്രയും വരുണനും ശിലാദയുടെ വീട്ടിലേക്ക് വന്നു. ശ്രേഷ്ഠരായ മുനിമാരെ ശിലാദ സ്വാഗതം ചെയ്തു. നന്ദിയെ വിളിച്ച് ഈ മുനിമാരെ നന്നായി പരിപാലിക്കുവാൻ പറഞ്ഞു. മുനിമാർ പോകുന്ന നേരം നന്ദി കാൽക്കൽ വീണപ്പോൾ 2 മുനിമാരും ചെറുതായി ദുഃഖിതരായി കാണപ്പെട്ടു. എന്നിരുന്നാലും മുനിമാരുടെ ഭാവമാറ്റം ശിലാദ ശ്രദ്ധിച്ചു. മഹർഷികളെ പിന്തുടർന്ന് ശിലാദ ചോദിച്ചു, എന്റെ മകനെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മിത്ര ശിലാദയെ ദയനീയമായി നോക്കി. മിത്ര മൃദുവായി പറഞ്ഞു, നിന്റെ മകൻ ദീർഘായുസ് ഉണ്ടാകട്ടെ. എന്റെ മകൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവൻ ഇനി അധികനാൾ ജീവിച്ചിരിക്കില്ല. ശിലാദയെ എന്നോട് ക്ഷമിക്കൂ. ശിലാദ തകർന്ന ഹൃദയവുമായി വീട്ടിലേക്ക് നടന്നു. എന്താണ് അച്ഛാ, എന്താണ് സംഭവിച്ചത്? നന്ദി ചോദിച്ചു. സാവധാനത്തിലും വേദനയോടെ ശിലാദ മുനിമാരുമായുള്ള സംഭാഷണം വിവരിച്ചു. നന്ദി പേടിക്കുമെന്നും കരയാൻ തുടങ്ങുമെന്നും അയാൾ പ്രതീക്ഷിച്ചു. പക്ഷേ നന്ദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, മരിക്കുന്നതാണ് എന്റെ വിധി. അപ്പോൾ ശിവൻ എന്റെ വിധി മാറ്റാൻ കഴിയും. ശക്തനായ ദൈവമാണ് ശിവൻ, എന്തും ചെയ്യാൻ കഴിയും. നന്ദി പിന്നീട് ഭുവന നദിക്ക് സമീപം പോയി തപസ് ആരംഭിച്ചു. നന്ദിയുടെ ഭക്തിയിൽ ശിവൻ തൽക്ഷണം പ്രത്യക്ഷപ്പെട്ടു. എന്തു വാരമാണ് വേണ്ടത് എന്ന് തരാം? ശിവൻ ചോദിച്ചു. ഭഗവാനെ, എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി പറഞ്ഞു. ഇനി മുതൽ നിനക്ക് കാളയുടെ മുഖമായിരിക്കും. നീ എന്റെ കൂടെ കൈലാസത്തിലായിരിക്കും ഇനി മുതൽ താമസം. നീ എന്റെ എല്ലാ ഗണങ്ങളുടെയും തലവനായിരിക്കും. എപ്പോഴും എന്റെ വാഹനവും സുഹൃത്തും ആയിരിക്കും. അന്നുമുതൽ നന്ദി ശിവന്റെ വാഹനവും ദ്വാരപാലകനും സഹയാത്രികനും ശിവന്റെ പരിചാരകരായ ഗണങ്ങളുടെ തലവനും ആയിത്തീർന്നു. അങ്ങനെ തികഞ്ഞ ഭക്തിയാൽ നന്ദിക്ക് തന്റെ വിധി മറികടക്കാൻ മാത്രമല്ല, അത് തിരുത്തി എഴുതാനും കഴിഞ്ഞു.